ഈ വെറ്റ പിച്ചുമ്പോഴേ നമുക്കറിയാം ഒരു സ്മെല്ല് വരും, ഒരു മണം വരും. അത് നമ്മുടെ കാരണവന്മാർ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. ഇവിടെ ആ മണം വന്നാൽ വെറ്റയ്ക്ക് വില കൂടാൻ പോകുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുമുണ്ട്. അതിന് ഇപ്പം ഇപ്പം വെറ്റയ്ക്ക് വിലയില്ല, വിലയില്ലാത്ത സീസൺ. അതാണ്ട് ഇത് പിച്ചിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മണമല്ല അന്നേരം കിട്ടുന്നത്. അത്ര സത്യം ഉള്ള ഒരു ആണ് വെറ്റിലക്കൊടി എന്ന് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ വ്ലോഗ്സ് വള്ളികുന്നം. ഞാൻ രാമചന്ദ്രൻ ചേട്ടന്റെ വെറ്റ കൃഷിത്തോട്ടത്തിലാണ്. എല്ലാ ഐശ്വര്യത്തിന്റെയും പ്രതീകമാണല്ലേ വെറ്റ. അതെ അതെ. ചേട്ടൻ ഈ വെറ്റ കൃഷി തിരഞ്ഞെടുത്തു. ഈ വെറ്റ കൃഷിയുടെ രീതികളും പുതിയതായി ഒരു വെറ്റ കൃഷി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകൻ എന്തെല്ലാം ചെയ്യണമെന്ന് ചേട്ടൻ എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു തരണം. ഈ വെറ്റ കൊടി എന്ന് പറയുന്നതിന്റെ ഉത്ഭവം ഇത് പാതാള സർപ്പത്തിന്റെ മണ്ടയിൽ എന്റെ അറിവാണേ, അതിൽ നിന്നും മുളച്ചു വന്ന ഒരു ചെടിയാണ് ഈ വെറ്റില. അതാണ് നമ്മൾ ഏത് കാര്യത്തിനും ലക്ഷണം കൊടുക്കാനായാലും ഏത് ദൈവിക കാര്യങ്ങൾക്ക് പാക്കും മെറ്റയും ലക്ഷണ വെക്കുന്നത് അത് മഹാലക്ഷ്മിയാണ്. അതെ. ഇത് ഐശ്വര്യമാണ്. അതെ. ഇത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഐശ്വര്യം വന്നുകൊണ്ടേയിരിക്കും എന്നാണ് എന്റെ അറിവും ഇവിടുത്തെ കർഷകരുടെ അറിവും. ഇത് ഞാനിത് 17ാമത്തെ വർഷമാണ്. സാധാരണ ഇങ്ങനെ 17 വർഷം കൂടി നിൽക്കത്തില്ല, കുറെ നാൾ കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതേ രീതിയിൽ ഞാൻ വളരെ ദൈവിക വിശ്വാസത്തോടു കൂടിയും അതിനെ മാനിച്ചും ബഹുമാനിച്ചും വളർത്തി താലോലിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഈ 16 വർഷം നമുക്ക് 17ാമത്തെ വർഷമാണ്. യാതൊരു ഇതിന്റെ ഇടയ്ക്ക് പന്നി കയറി നശിപ്പിച്ചു കളഞ്ഞു. പന്നി കയറി മൊത്തം നശിപ്പിച്ചു. അതെല്ലാം ഞാനിപ്പോ പെറുക്കി വെച്ചു വീണ്ടും അവനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുവാണ്. ആദ്യം ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ വളം കൊടുത്തതേ ഉള്ളൂ. നമുക്കിത് നടന്നു കാണാം എല്ലാവർക്കും വേണ്ടി. അപ്പൊ ചേട്ടന്റെ ദീർഘകാലത്തെ ഈ അനുഭവങ്ങളെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ വെറ്റ കൃഷി എടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മുടെ ഈ ഇതുണ്ട്, ഇപ്പൊ ഇങ്ങനെ ഇത് വാരം കോരിയിട്ടില്ലേ, ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണേ. ഇതിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 2 അടി താഴ്ചയിൽ നമ്മൾ കുഴിയെടുത്തിട്ട് ഇതിന്റെ തണ്ട് ഇത് തുടക്കം കുറിക്കുമ്പോഴെന്ന് പറയുന്ന ഒരു 3 മുട്ട് 4 മുട്ട് കൊടി കട്ട് ചെയ്താണ് നമ്മൾ നടുന്നത്. അത് അതിന് തണലുമൊക്കെ ഇട്ട് പിന്നെ ആദ്യമായിട്ട് എല്ലുപൊടിയാണ് ഇതിന്റെ മെയിനായിട്ട്. ഇത് വേരിറങ്ങി വരാൻ വേണ്ടി എല്ലുപൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളോട്ട് വരുമ്പോൾ പിണ്ണാക്ക്, ചാരം, വേപ്പും പിണ്ണാക്ക്, പിന്നെ സെറാമില്ല, ഇതെല്ലാം തുടക്കം കഴിഞ്ഞ് 2-3 സ്റ്റെപ്പായി മേളോട്ട് വരുമ്പോഴേ തന്നെ ഇത് നമ്മൾ വളം കൊടുക്കും. മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ ബന്ധങ്ങൾക്ക് വെറ്റിലേക്കുള്ള ഒരു പ്രാധാന്യം ചേട്ടന്റെ ഓർമ്മയിൽ? എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുള്ളതും ഒരു സ്ത്രീയെയും ഒരു പുരുഷന് വിവാഹ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ, അതിൻ്റെ കെട്ടുറപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ, അതിൻ്റെ ഭാവിയെപ്പറ്റി, അത് ഭാവിയിൽ നല്ല രീതിയിൽ അവരുടെ ജീവിതം പങ്കാളികളായി മുന്നോട്ട് പോകുന്നതിന് അത് ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി വെറ്റില കയ്യിൽ വെച്ചു രക്ഷകർത്താവ് കൈ പിടിച്ചു കൊടുക്കുന്നത് അതും വെറ്റിലയാണ്. അതുകൂടാതെ അവർക്കുണ്ടാകുന്ന കുട്ടികളുടെ പേരിടുന്നതെന്ന് പറഞ്ഞാൽ വെറ്റില ചെവിയിൽ വെച്ചാണ് പേര് ചൊല്ലുന്നത്. അങ്ങനെയുള്ള ആചാരങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സാക്ഷി വഹിക്കുന്ന നമ്മുടെ വെറ്റിലക്കുടയിൽ നിന്നും നമ്മൾ പിച്ചിയെടുക്കുന്ന വെറ്റയാണ്. അതുകൂടാതെ നമ്മൾ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്കൂളുകളിൽ ആയാലും നിലത്തിന് എഴുത്തുമ്പോൾ തന്നെ വെറ്റില നമ്മുടെ ഗുരുവിന് ലക്ഷണ സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എഴുത്തിന് ഇരുത്തുന്നത്. അത് കഴിഞ്ഞ് തുടർന്നുള്ള മുകളിലോട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ അത് പോകുമ്പോഴെല്ലാം ഓരോ സ്റ്റാൻഡേർഡ് കഴിയുമ്പോഴും ഗുരുക്കന്മാർക്ക് നമ്മൾ ലക്ഷണ പണ്ട് കാലങ്ങൾ മുതലേ ഒരു രീതിയായിരുന്നു. ആ രീതി ഇന്നും ആചാരങ്ങൾ ഇന്നും തുടർന്നു പോകുന്നത് ഈ വെറ്റല് കൂടെയാണ്. വെറ്റക്കൊടിയുടെ ആയുസ് എന്ന് പറയുന്നത് അതിനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായ സമയങ്ങളിൽ കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ
അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തുള്ള ഒരു വരുമാന മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നശിച്ചു പോവുകയും ചെയ്യും സൂക്ഷിച്ചില്ലെങ്കിൽ. ഇതിന്റെ സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത്. വെറ്റ കർഷകരോടുള്ള ചേട്ടന്റെ ഒരു നിർദ്ദേശങ്ങൾ, വെറ്റക്കൊടി തുടങ്ങുന്നവർക്ക് എന്തെല്ലാമാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്? വെറ്റക്കൊടി പിന്നെ ഞാന് വെറ്റക്കൊടിയെ പറ്റി പിന്നെ എനിക്ക് 1% പോലും അറിവില്ലായിരുന്നു തുടക്കത്തില്. അത് കഴിഞ്ഞ് ഈ കൊടിയിലെ പണിക്കാർ വന്ന് ഓരോന്നും പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തന്നെ ഇന്ന പോലെ ചെയ്യണം, ഇന്ന രീതി കൊടുക്കണം, വളപ്രയോഗം വെള്ളം ഇങ്ങനെ അതിന് തടലിടേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം എനിക്ക് കുറെ അറിവുകൾ സമ്പാദിക്കാൻ പറ്റി. ആ അറിവുകൾ വെച്ചുകൊണ്ട് പുതിയതായിട്ട് ഒരാൾ വന്ന് നമ്മൾ ചോദിച്ചാൽ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഈ ഇതിന്റെ എന്നാലും നല്ല രീതിയിൽ പരിചരിച്ചാലേ എത്ര വർഷം കിടക്കും ഒരു ഇപ്പൊ ഇട്ട പുതിയ തണ്ട്? ഞാനായിട്ട് സാധാരണ എന്ന് പറഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അത് നശിച്ചു പോകും. കാരണം അങ്ങനെയാണ് ഈ വെറ്റക്കൊടി എന്ന് പറയുന്നത്. ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റിൽ നിന്നാണ് ഈ രോഗം പടരുന്നത്. കാരണം വെറ്റയെ കൊണ്ട് ഞാനും പോവും, മറ്റു കൃഷിക്കാരും വരും. ഈ അസുഖമുള്ള കൊടിയിലെ വെറ്റ അവിടെ കൊണ്ടുവരും. അത് നമ്മൾ ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾ അതിൻ്റെ അടുത്തായിരിക്കും കൊണ്ട് വെക്കുന്നത്. നമ്മൾ ആ ചാക്ക് കഴുകുകയോ സൂക്ഷിക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ട് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചേക്കും. ആ ചാക്കിൽ നിന്നും പകരും, നമ്മുടെ വസ്ത്രത്തിൽ നിന്നും പകരും. അത് ഒരു പ്രധാന ഘടകമാണ് വെറ്റക്കൊടി നശിക്കുന്നതിനുള്ള പരിഹാരം. നമ്മൾ വരുമ്പോഴേ വസ്ത്രങ്ങൾ കഴുകുക, കുളിക്കുക, ചാക്ക് കൊണ്ടുപോയി ചാക്ക് കഴുകി ഉണക്കി മാറ്റുക. വലിയൊരു പ്രധാന ഘടകമാണ് അത്. ഒരു വെറ്റക്കൊടിയെ സംബന്ധിച്ച് അനുഭവത്തിൽ നിന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ കൊടി നശിച്ചു പോകുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോഴാണ് ഈ മാർക്കറ്റിൽ കൊടുക്കത്തുള്ളൂ. ഞാനിവിടെ കച്ചവടക്കാർക്ക് ഇവിടെ തന്നെ കൊടുക്കുക. അതാണ് ഏറ്റവും 10 രൂപ കുറഞ്ഞാലും നമ്മൾ അങ്ങ് കൊടുക്കും. കാരണം അവിടെ ചെന്ന് നമ്മൾ ഈ രോഗം വിലയ്ക്ക് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് നമ്മളെ കൊടി നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഇത് കൂടുതലും കൊടികൾ നശിച്ചു പോകുന്നത്. അതെ, ആദ്യം നടുമ്പോൾ നമ്മള് ഇച്ചിരി ചരിച്ച് ഇങ്ങനെ നട്ട് മേലോട്ടം കൊടുക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ചരിച്ച് മണ്ണിലേക്ക് മണ്ണിടും. മേൽമണ്ണാണ് ഇടുന്നത്. മേൽമണ്ണ അത് പ്രത്യേകം നമ്മൾ അവിടെ മണ്ണ് എടുത്തിട്ടുണ്ട്. ഗ്രാവൽ ഇനത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിനകത്തെന്ന് പറഞ്ഞാൽ ഈ പശ കുറവുള്ള മണ്ണ്, പശ കുറവുള്ള മണ്ണായിരിക്കണം ഇതിന്റെ വേരിറങ്ങാൻ വേണ്ടി. നല്ല ഗ്രാവലാ ഇടുന്നത്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് തണലിടും. തണലിട്ട് കഴിഞ്ഞ് ഇവൻ മേളിലോട്ട് വളരാൻ തുടങ്ങും. ഇതിൽ മൊത്തം ചീവക്കൊന്ന സൂപ്പർ വളവാ. ഇട്ടതേ ഉള്ളൂ. അതാ ഏത് കൃഷിക്കും നമ്മള് പശുവിന് കൊടുത്താൽ തന്നെ പാല് കൂടുതൽ കിട്ടും. അപ്പം ചേട്ടൻ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് എത്ര ഇല വന്നു കഴിയുമ്പോഴാണ് അത് ഇത് മേളിലോട്ട് വന്നു കഴിയുമ്പോ നമുക്കൊരു ഉദ്ദേശം ഒരു കണക്കുണ്ടല്ലോ. ഒരു 3-4 മുട്ട മേളിലോട്ട് ഇതുപോലെ വന്നു കഴിയുമ്പോ പിന്നെ എന്ത് വളം ചെയ്യും? പിന്നെ നമ്മള് എല്ലുപൊടി, ചാരവും വേപ്പ് മണ്ണിട്ട് മണ്ണിട്ട് കൊടുക്കും. അല്ല, മണ്ണിട്ട് അതിന്റെ ശേഷമാണ് വളമിട്ട് കൊടുക്കുന്നത്. മണ്ണിടുന്നതിന് മുമ്പ് ഇടാൻ പറ്റത്തില്ല. അത് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവനൊരു സ്റ്റെപ്പ് കൂടെ കയറി വരുമ്പോൾ നമുക്കറിയാം ആരോഗ്യം പണ്ടത്തേതിൽ നിന്നും അല്പം കൂടെ ആരോഗ്യം കൊടിക്ക് ഉണ്ടായി കഴിയുമ്പോൾ പിണ്ണാക്ക് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വളം എന്ന് പറഞ്ഞാൽ കടലപ്പിണ്ണാക്ക്. അത് നമ്മൾ പൊടിച്ച് പിന്നെ ചാരവും കൂടെ ചേർത്ത് ഇടുന്നതുകൊണ്ട് കലക്കി ഒഴിക്കുന്നത്. അതിനുശേഷം ഉണക്കൽ ചാണകപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കും. ചാണകപ്പൊടി എല്ലുപൊടിയും കൂടെ വരുമ്പോഴേ അവന്റെ വേര് പെട്ടെന്ന് ഇറങ്ങത്തുള്ളൂ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതിന്റെ ആരോഗ്യം എങ്ങനെ ഉണ്ട്, കീപ്പോട്ടാണോ ഇത് മേളോട്ടാണോ വരുന്നത് എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കുക. അതിനനുസരിച്ച് കൊടിക്ക് ഒരു ക്ഷീണം വരുമ്പോൾ നമുക്ക് ആരോഗ്യം കുറഞ്ഞു വരുന്നത് പോലെ കൊടിക്ക് ഒരു ക്ഷീണം വരുമ്പോൾ അതനുസരിച്ചുള്ള വളം നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മള് വളമെന്ന് പറഞ്ഞ വളപ്രയോഗം എന്ന് പറയുന്നത് കണ്ടോമനം വാരി ഇട്ടിട്ട് കാര്യമില്ല. വെറും നൈസാണ് ഇതിന്റെ വേര്, തലമുടി നാരിന്റെ കൂട്ടുള്ള വേരാണ്. അപ്പോൾ അതിന് പിന്നെ വളം പിടിച്ചെടുക്കാനുള്ള ഒരു ശേഷിയും കൂടെ നമ്മളൊരു ഒരു കർഷകൻ എന്ന നിലയിൽ നമുക്കറിയാം. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വളപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് മരുന്നടിയോ മറ്റ് കീടനാശിനികളോ ഒന്നും തളിക്കത്തില്ല വെറ്റക്കൊടിയെ സംബന്ധിച്ച്. മറ്റേത് പച്ചക്കറി കൃഷിയായാലും ഏത് കൃഷിയായാലും നമ്മൾ ഇപ്പം പുഴുക്കുത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഉള്ള കീടനാശിനിയുണ്ട്. പക്ഷെ ഇതിന് ഇന്ന് വരെ ഒരു കീടനാശിനി ആരും അടിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ഇത് ഈ ഒരു കുത്ത് കണ്ടോ, ഇത് നമ്മുടെ ഒരു സൈസ് ഈ മിന്നാമിന്നി എന്ന് പറയുന്ന ഒരു സൈസ് ഈച്ചയുണ്ട്. രാത്രിയിൽ ഇങ്ങനെ അവൻ കയറി
ചെയ്യുന്ന ഈ കഴിക്കുന്നതാണ്. ആണ്. അത് അതിന്റെ വന്നിട്ട് ആഹാരമാണ് ഇതിന്റെ നീര് ഊറ്റി കുടിക്കുക. ഈ കാണുന്നതിന്റെ നീര് ഊറ്റി കുടിക്കുക. അപ്പം അങ്ങനെ വരും. ഇത് നമ്മളെ പറിച്ചങ്ങ് മാറ്റും. അതേ ഉള്ളു, അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ഇത് നിർത്തത്തില്ല. ഇത് പിച്ച് നമ്മളങ്ങ് കളയുന്നു. ഇനിയിപ്പോ എന്ന് പറഞ്ഞാല് കണ്ണി പൊട്ടാൻ ഭാവിക്കും. ഈ കണ്ണിക്ക് ഒന്നാണ് വെറ്റില ഉണ്ടാവുന്നത്. അന്നേരം ഇത്രയും വളർന്നു കഴിയുമ്പോൾ ഏകദേശം 1 അടി 2 അടി വളർന്നു കഴിയുമ്പോഴാണ് ഈ പന്തലിട്ട് കൊടുക്കുന്നത്. അല്ല, ഇതിപ്പോ നമ്മള് ആദ്യം നടുമ്പോ തന്നെ ചെറിയ രീതിയിൽ നമ്മൾ കമ്പ് കൊടുക്കും. കാരണം ഇവനെ പിടിച്ച് നിക്കണമല്ലോ. ഇവന്റെ അട്ടക്കാല് പോലുള്ള കാലാണ് കണ്ടേ, ഇത് കണ്ടോ? ഈ കാല് ആണ് ഇതില് ഈ പിടിച്ചു കയറി വരുന്നത്. ഇത് കണ്ടേ പിടിച്ച ഈ കാലാണ്, ഇതിന് അട്ടക്കാലെന്നാ പറയുന്നത്. ഇത് നമ്മള് പിന്നെ ഈ തടിയല ഇവനെ ഉള്ളോട്ട് കയറി പാനൊക്കത്തില്ലല്ലോ, അതിനാണ് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത്. കണ്ടേ നാര് വെച്ച് കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുക്കുമ്പോ വേണ്ട കെട്ടാത്ത ഇതുപോലെ മലക്കും. അപ്പം പിടിച്ച് നമ്മള് കെട്ടി വെച്ചു കൊടുക്കും. ഇതൊരു പ്രധാന ഘടകമാണ്. ഈ തല കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അത് മറിഞ്ഞു പോകും, ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു തല നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ അപ്പൊ ഈ നട്ട് ഇത് എത്ര ഉയരത്തി വരുമ്പോ ഇല എടുക്കുന്ന പരുവ, ഇതിന്റെ വെറ്റ ശേഖരിക്കുന്ന ഏത് പരുവം വരുമ്പോഴാണ്? വെറ്റ ശേഖരിക്കുക ആഴ്ചയിൽ എടുക്കുകയാണ്. ചെടി എത്ര പ്രായമാകുമ്പോഴാണ്? ഇനിയിപ്പോ എന്താണ്ട് വെറ്റ ആകാൻ പോവാ. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതെല്ലാം മെറ്റയാ. അപ്പൊ 2 ആഴ്ച കൊണ്ട് ഇതെല്ലാം മെറ്റയാ. കണ്ടോ? ഇതങ്ങ് വലുതാവും. വലുതാവെന്ന് പറഞ്ഞാൽ നമ്മൾ വളമൊക്കെ ചെന്ന് കയറും. കേട്ടോ, ഇത് വെറ്റയാ. ഇത് അടപ്പലയ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കത്തില്ല, അടപ്പലയ എന്ന് പറയുന്നത്. വേണ്ടത് ഇതിൽ നിന്നാണ് കണ്ണി പൊട്ടുന്നത്. ഇവിടുന്ന് കണ്ണി ഈ തണ്ട് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഈ തണ്ട് കാണുന്നെന്ന് പറയുന്നത് ഈ പാത്തിയിൽ ഒരു 3-4 ട്രിപ്പ് നമ്മൾ ഇറക്കി വെക്കും. ഇറക്കി വലിച്ചു കഴിഞ്ഞപ്പോൾ മറുപാത്തി എടുക്കും. ഇനിയിപ്പോ അപ്പുറത്ത് പാത്തി എടുക്കും. ഇത് അങ്ങോട്ടങ്ങ് മാറ്റിയവനെ. അങ്ങനെ ഇവിടെ ആയിരുന്നു ഈ പാത്തി കിടന്നത്. ഇവിടെ ഇങ്ങനെയായിരുന്നു ഈ പാത്തി കിടന്നത്. ഈ പാത്തിയിൽ നിന്ന് ആ പാത്തിയിലാക്കിയ അതാണ് ഈ കാണുന്നത്. ഇത് ആദ്യമുള്ള ഇതാണ്. അതെ. ഇതിപ്പം ഇതിന്റെ തന്നെ തണ്ട് അപ്പുറത്തോട്ട് എടുത്ത് മാറ്റിയതാണോ? ആണ്. ഈ തണ്ട് എടുത്ത് മാറ്റിയാണ് ഇത് ഈ കൊടി. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വലുതാവുമ്പോ അല്ല, ഇത് പിന്നെ ഒരു 3-4 ഇറക്കി കഴിയുമ്പോൾ മണ്ണിട്ട് പൊങ്ങി വരുമല്ലേ. പൊങ്ങി വന്നു കഴിയുമ്പോ ഇവനെ ഇറക്കി വളച്ചു വെക്കുമല്ലേ. വളച്ചു വെക്കാൻ ഒക്കാതെ വരുമ്പോ മറുപാത്തി എന്ന് പറയും. അത് അപ്പുറത്തെ ഒരു പാത്തി എടുത്തിട്ട് ഇതുപോലെ വലിച്ച് അപ്പുറത്ത് കൊണ്ടുപോകും. അവിടെ കൊണ്ടുവന്ന് വളച്ചു വെക്കും. എന്നിട്ട് ഇനിയിപ്പോ ഇവനങ്ങനെ നശിച്ചു പോകും. അതെന്താ അങ്ങനെ ചെയ്യുന്നത്? അത് അങ്ങനെ പറ്റത്തുള്ളൂ. കേടുകൂടാതെ നമ്മൾ എടുക്കണ്ടേ. എവിടെങ്കിലും ഒരു ഒടുവോ ചതുവോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പൂപ്പടിച്ച് അതങ്ങ് പോകും. അത് വളരെ പരിചയസമ്പന്നരായ ആൾക്കാരാണ് ഇത് കൊടി ഇറക്കി വെക്കുന്നത്. നമ്മ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെടി അങ്ങ് ഏറ്റവും മൂളി പോയി. ഇതിപ്പോ ചെറിയ ചെടി ആയതുകൊണ്ട് ഏറ്റവും മൂളി പോകുന്ന ചെടിയെ കാലുകളെല്ലാം ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് താഴോട്ടിറക്കി വളച്ച് താഴോട്ടിറക്കുന്നല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ഇടുന്ന പോലെ നമ്മുടെ കൈക്കോട്ടിലിട്ട് കാത്ത് നൂത്ത് ഇട്ടിട്ട് അത് വളച്ച് വെച്ച് കെട്ടുന്നു. അപ്പൊ പഴയ ചുവട് ഇവിടെ തന്നെ കാണും. പഴയ ചുവട് അങ്ങ് പോകും. മറ്റേ അവിടേക്ക് മണ്ണിടുകയാണ്. ചെടി കണ്ടിച്ചു വെക്കുകയല്ല. അല്ലല്ല, ഈ ചെടി തന്നെ നമ്മള് ഇതിപ്പോ ഇനി ഒരു 3 പ്രാവശ്യം ഇറക്കി വെക്കാം ഈ കുഴിയില്. അപ്പൊ ഞാൻ ഒരു സംശയം, ഈ പുതിയതായിട്ട് വെക്കുന്നവരെന്തായാലും ഈ തണ്ട് മേടിച്ച് നടുമ്പോഴോ? അത് തണ്ട് നടുന്ന പറഞ്ഞാണ്ട് ഇത്ര നീളമേ കാണത്തുള്ളൂ നടുമ്പോ. ഇതിന് മേളിലുള്ള നീളം വെച്ചായിരിക്കും നടുന്നത്. അതുകൊണ്ട് അങ്ങനെ നടുന്നവരുണ്ട്. ഇത്രയും നീളത്തിൽ തണ്ട് വാങ്ങിച്ചു വെച്ച് നടുന്നവരുണ്ട്. കിഴക്കൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ തണ്ട് അവര് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതുപോലെ തന്നെ വയ്ക്കുവാണ്. അവര് 6 മാസം 7 മാസമേ ഉള്ളൂ. ബാക്കി പിന്നെ അതങ്ങ് പോവുക, വെള്ളം കയറി അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങ് പോവുക. വെറ്റക്കൊടിയെ ബാധിക്കുന്ന സാംക്രമിക രോഗങ്ങൾ എന്ന് പറയാമോ? സാംക്രമിക രോഗങ്ങൾ എന്ന് പറയുന്നത് അത് ഈ മെയിനായിട്ട് ഇതിന്റെ തണ്ട് നോക്കുമ്പോഴേ നമുക്കറിയാം. അതിനൊരു കറുപ്പ് രേഖ അടിക്കും. ഇത് കണ്ടില്ല, ഇതിനൊന്നും അതൊന്നുമില്ല. കണ്ടോ, ഇത് ഈ കളറങ്ങ് മാറിയിട്ട് ഒരു കറുപ്പ് കളർ വരും. അപ്പോൾ രോഗലക്ഷണമാണ്. അപ്പോൾ തന്നെ അതിന്റെ ഇല ഇതുപോലെ പുള്ളിപ്പൊട്ട് ഇവൻ കണ്ടു തുടങ്ങും. എന്ത് ചെയ്യാൻ ഒന്നും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതിന് മരുന്ന് പലതും അവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടൊന്നും ആരുടെയും കൂടി രക്ഷപ്പെട്ടിട്ടില്ല. അതാണ് വെറ്റക്കൊടി കൃഷി. ഒരു അസുഖം വന്നാൽ അപ്പോഴേ അങ്ങ് പോവുക. ആ മൂട് മാറ്റിയാൽ അതിനപ്പുറത്ത് അപ്പോഴേ വ്യാപിച്ചു കഴിഞ്ഞു. അത്രയ്ക്ക് വ്യാപനശേഷിയുള്ളതാണ്.
അതാണ് അത് ഇത് മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവന്നതാണ് ഭൂരിപക്ഷവും കൂടി. പിന്നെ വരുന്ന അസുഖം എന്താണ് സാധാരണ കണ്ടുവരുന്നത്? പിന്നെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഈ വളപ്രയോഗത്തില് ഈ തണ്ടിന് പൂപ്പടിക്കും. ആ പൂപ്പലാണ് ഇതിനെക്കാട്ടിൽ ഒരെണ്ണം ഒരു തണ്ടിന് പൂപ്പടിച്ചാൽ ആ ഏരിയയിലിരിക്കുന്ന മൊത്തം നഷ്ടപ്പെട്ടു, നമ്മൾ അറിയത്തില്ല. നമ്മുടെ അനുഭവത്തിൽ ആ പൂപ്പൽ വരാനുള്ള കാരണം ഏത് മാർഗത്തിലൂടെ? വളപ്രയോഗത്തിൽ വരാം. തണ്ട് വളച്ചു വെച്ച് മുറിവോ ചതവോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് പൂപ്പടിക്കും. അത് നോക്കാതെ കണ്ട് ശ്രദ്ധിക്കാതെ മണ്ണിടും. മണ്ണിട്ട് കഴിയുമ്പോൾ ലവൻ പൂപ്പൽ അടിച്ചിട്ട് ആ ഭാഗം ആ വളവിലിരിക്കുന്ന അത് മൊത്തം പൂപ്പടിച്ചങ്ങ്. നല്ല രീതിയിൽ വെള്ളം 2 നേരം നമ്മൾ തളിച്ചു കൊടുക്കണം. ഈ വെള്ളമാണ് ഇതിന് പ്രധാന ഒരു ഘടകം. വളം മാത്രമല്ല, വെള്ളവും അതിനോടൊപ്പം തന്നെ വേനലായി കഴിഞ്ഞാൽ തണൽ കൊടുക്കണം. മേളിലും ചൂടടിക്കാതെ തണൽ കൊടുക്കണം. സൈഡിലും നമുക്ക് തെക്കൻ വെയിലൊക്കെ എന്ന് പറയും, നമ്മൾ പറയുമല്ലോ തെക്കൻ വെയിലെന്ന്, അത് തട്ടാതിരിക്കാൻ വേണ്ടി സൈഡിൽ ഓല കെട്ടി തണൽ കൊടുക്കും. വെള്ളത്തിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് 3 നേരം പിന്നെ ജലം ഒഴിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്ന് 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ. തണലിടാൻ വേണ്ടി ചുവട്ടിൽ എന്തൊക്കെ ഇടുന്നത്? തണലിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ ചീമക്കൊന്നയുടെ ഇല ഇട്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ മഹാഗണിയുടെ ഇല ഇടും. ഇതെന്ന് പറഞ്ഞാൽ പൂപ്പടിക്കത്തില്ല. മറ്റെന്ന് പറഞ്ഞാൽ മാവാബിലാവ പിന്നെ മറ്റു ഇലകൾ ഇട്ടാൽ പൂപ്പടിക്കും. അതുകൊണ്ട് പറങ്കാവിന്റെ ഇലയാണ് ഏറ്റവും ബെറ്റർ. പറങ്കാവിന്റെ അതിന്റെ വെറ്റ കണ്ടാൽ തന്നെ അറിയാം. പറങ്കാവിന്റെ ഇല ഇടുന്ന വെറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ നല്ല കളറും നല്ല ഇതുമായിരിക്കും. അത് കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയുള്ളതല്ല. പറങ്കാവിന്റെ ഇല കഴിഞ്ഞേ ഉള്ളൂ. എൻ്റെ അറിവ് വെച്ച് പറയുവാണെങ്കിൽ വെറ്റില ഒരു ഔഷധ ചെടിയും കൂടാണ്. അത് വെറ്റില ഇവിടുന്ന് തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ കയറി പോകുന്നത്. അവിടാണ് പിന്നെ ഈ മുറിവെണ്ണ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആട് പശു ഇതിനൊക്കെ ദഹനക്കേട് എന്തെങ്കിലും ചീനിയോ ചക്കയൊക്കെ തിന്ന് പിന്നെ ദഹനക്കേട് ഉണ്ടാകുമ്പോൾ വെറ്റില ഒരു 4-5 വെറ്റില എടുത്ത് അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടെ വെച്ച് മടക്കി അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിച്ച് മാറിയിട്ടുണ്ട്. പലരുടെ അനുഭവം ഉണ്ട് ദഹിച്ച് മാറുകയായിട്ടുള്ള. അതും ഒരു ഔഷധമായിട്ടാണല്ലോ അതങ്ങനെ സംഭവിച്ചത്. അത് 4-5 വെറ്റയ്ക്കകത്ത് ഞാൻ ഉപ്പ് വെച്ച് മാടിനും കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 3/4 മണിക്കൂർ കഴിഞ്ഞ് അതിന്റെ വയറ് വീർത്ത് നിൽക്കുന്നത് ചൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അത് ആദ്യത്തെ ഫസ്റ്റ് പിന്നെ ചികിത്സ നമ്മുടെ നാടൻ ചികിത്സയാണ് ഇത്. ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. അങ്ങനെ ഒരു ഔഷധ ചെടിയും കൂടാണ് ഈ വെറ്റിലെന്ന്. ചേട്ടാ, ഈ വെറ്റക്കൊടിയിൽ ഏറ്റവും ദക്ഷിണ കൊടുക്കാനും ഒരു അല്ലാതുള്ള ഐശ്വര്യ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ നമ്മൾ വെറ്റ എടുക്കുന്നില്ലേ? അങ്ങനെ ഉത്തമമായ ഐശ്വര്യമുള്ള ഒരു വെറ്റ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താമോ? ഉത്തമമായ വെറ്റയാണ് ഇതെന്ന് പറയുന്നത്. നല്ല തുമ്പുണ്ട്, ഇതിന് പൊട്ടലില്ല, ഒന്നുമില്ല, ഒരു ഡാമേജും ഇല്ലാത്ത വെറ്റയാണ്. ഇതാണ് ഉത്തമമായ ഐശ്വര്യമുള്ള വെറ്റ എന്ന് പറയുന്നത്.